ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ബയോളജി പഠിക്കുമ്പോൾ അതിൽ പിക്ചേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് എക്സാമിന്. നമ്മൾ എക്സാം പേപ്പറിൽ വലിച്ചു വാരി എഴുതുന്നതിനേക്കാൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പിക്ചർ വരച്ച് പാർട്സൊക്കെ അടയാളപ്പെടുത്തുവാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്യും. ബയോളജി സബ്ജക്റ്റ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. വളരെ ഈസി ആയിട്ട് ഒരു ഫ്ലവറിനെ വരച്ച് അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനെ നമുക്ക് എങ്ങനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഇത് റിലേറ്റ് ചെയ്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം. മാത്രമല്ല, ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ കാണുന്ന പോലെ 2-3 തവണ വരച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. നമുക്കറിയാം, ഓരോ ഫ്ലവറിനും നോർമലായിട്ട് 4 ഫ്ലോറൽ വേൾഡ്സ് ആണുള്ളത്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. നമ്മളിപ്പം വരയ്ക്കുന്നത് ഗൈനീഷ്യത്തിലെ ഒരു യൂണിറ്റായ കാർപ്പലിൻ്റെ പിക്ചറാണ്. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലിന് 3 പാർട്സാണ് പ്രധാനമായിട്ടും ഉള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിയുടെ ഉള്ളിലാണ് ഓവ്യൂൾസ് കാണപ്പെടുന്നത്. ഈ ഓവ്യൂൾസിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമറ്റായ എഗ്ഗ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് വരയ്ക്കുന്നത് ആൻഡ്രീഷ്യത്തിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റേമനാണ് വരയ്ക്കുന്നത്. സ്റ്റേമന് പ്രധാനമായിട്ടും 2 പാർട്സാണുള്ളത്: ആന്തറും ഫിലമെൻറ്റും. മാത്രമല്ല, ആന്തറിനെയും ഫിലമെൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂവും കാണപ്പെടുന്നു. ഈ ആന്തറിനുള്ളിലാണ് മെയിൽ ഗാമേറ്റ്സിനെ ക്യാരി ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിനെ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാം. അതുപോലെ ഓവ്യൂൾസിനുള്ളിലെ എംബ്രിയോസാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഉള്ളിലാണ് എഗ്ഗ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എംബ്രിയോസാക്കിനെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാം. ഞാനിതിൽ 4 സ്റ്റേമൻസ് ആണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ വരയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ പെറ്റൽസ് ആണ് വരയ്ക്കുന്നത്. പെറ്റൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളതിനെ കൊറോള എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് കൊറോള വേള് ഡാർക്ക് കളറായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റ് ഇൻസെക്ട്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അടുത്തതായിട്ട് നമ്മൾ ഔട്ടർ മോസ്റ്റ് വേളായ കാലിക്സ് ആണ് വരയ്ക്കുന്നത്. കാലിക്സിൻ്റെ ഓരോ മെമ്പേഴ്സിനെയും സെപ്പൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ജനറലി അതിന് ഗ്രീൻ കളറാണ്. ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് നമ്മുടെ ഫ്ലവറിനെ ബഡായിട്ടുള്ള സ്റ്റേജിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആ സ്റ്റോക്ക് ഓർ പെഡിസലിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ആ ബൾജ്ഡ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റിക്കിൾ എന്ന് പറയുന്നത്. റിസപ്റ്റിക്കിളിന് ചുറ്റുമാണ് നമ്മൾ ഈ 4 ഫ്ലോറൽ വേൾഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ചെറിയ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്കിനി പാർട്സ് ലേബൽ ചെയ്യാം. താഴെ കാണപ്പെടുന്ന ആ പോർഷനാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ പെഡിസൽ എന്ന് പറയുന്നത്. പെഡിസലിൻ്റെ എൻഡിൽ കാണപ്പെടുന്ന ആ ബൾജ്ഡ് പോർഷനാണ് തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ. അതിന് തൊട്ട് മുകളിലായി കാണപ്പെടുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് സെപ്പൽ. സെപ്പൽസിന് മുകളിലായി നമുക്ക് പെറ്റൽ കാണാം. പെറ്റൽ അട്രാക്റ്റീവ് കളേഴ്സിലാണ് കാണപ്പെടുന്നത്. പിന്നീട്
ഫിലമെൻറ്റ് കാണാം. അതിന് മുകളിലായിട്ട് ആന്തർ കാണാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സ്റ്റേമൻ. അടുത്തതായിട്ട് നമുക്ക് കാർപ്പലിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താം. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.